അല്പം വൈകിയെങ്കിലും രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്ക് ഒടുവിൽ ബോധോദയം വന്നതിൽ സന്തോഷം. ഇന്നിപ്പോ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ കോൺഗ്രസിന്റെ ശക്തമായ പ്രതിഷേധം അരങ്ങേറുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസമായി ഡൽഹിയിൽ നീറ്റ് പരീക്ഷയും CBSE പരീക്ഷയും മറ്റു ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് നടത്തുന്ന പരീക്ഷകളുടെ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് 12ഓളം വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തതിൽ പ്രതിഷേധിച്ച് ഈ നാട്ടിലെ ചെറുപ്പക്കാർ രാഷ്ട്രീയ ഭേദമന്യേ ജന്തർ മന്ദറിൽ നിരാഹാര സമരം കിടക്കുകയായിരുന്നു. ആ സന്ദർഭങ്ങളിലൊന്നും കോൺഗ്രസിന് ആ സമരത്തോട് ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. അവർ 14 ദിവസത്തിലേറെ സോനം വാങ്ചുക് എന്ന ആക്ടിവിസ്റ്റ് അദ്ദേഹത്തെ ബലം പ്രയോഗിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയതിനെ തുടർന്ന് പാർലമെന്റിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചു. കോൺഗ്രസിന്റെ പിന്തുണ ഉണ്ടായിരുന്നില്ല. ഒരു നേതാക്കന്മാരും ആ വഴി നടന്നില്ല. ഒടുവിൽ പ്രതിഷേധ സമരത്തെ ഡൽഹി പോലീസ് ക്രൂരമായി നേരിട്ടു. വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ചു. മാധ്യമങ്ങൾ ഉൾപ്പെടെ അത്തരം വാർത്തകൾ പരമാവധി വരാതിരിക്കാൻ അവർ കരുനീക്കങ്ങൾ നടത്തി. വിജയിച്ചു. പോലീസുകാർക്ക് പരിക്കേറ്റത് വലിയ വാർത്തയാക്കി പുറത്തേക്ക് വിട്ടു. അതിനുശേഷം സമരപന്തൽ ഉൾപ്പെടെ അടിച്ചു പൊളിച്ചതിന് ശേഷം ഇതിവിടെ അടിച്ചമർത്തി അവസാനിപ്പിക്കാമെന്ന് കരുതി. പക്ഷേ ആ ചെറുപ്പങ്ങൾ പിൻവാങ്ങിയില്ല. അപ്പോഴും കോൺഗ്രസിന്റെ ഒരു നേതാവ് പോലും ആ സമരത്തിന്റെ മുന്നിലേക്ക് വരാനോ അവരെ പിന്തുണയ്ക്കാനോ ഇന്നലെ രാത്രി വരെ ഉണ്ടായില്ല. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കന്മാരുടെ സംഘപരിവാർ സ്നേഹത്തെക്കുറിച്ച് വിമർശനമുയരുകയും രാജ്യത്തെ ജനങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ വൈകാരികമായി ഇടപെടൽ നടത്തുന്ന സമയത്ത് രാഹുൽ ഗാന്ധി എന്ന നേതാവ് അതിന്റെ മുന്നിലേക്ക് വരാത്തതും ചർച്ചയായി. ഒടുവിൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ പ്രതിഷേധവും ശക്തമായ പ്രതികരണവും ഉണ്ടായപ്പോൾ കോൺഗ്രസ് നേരിട്ട് രംഗത്തിറങ്ങി. നല്ല കാര്യം. ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചു. കേരള മുഖ്യമന്ത്രിയും കർണാടക മുഖ്യമന്ത്രിയും അണിനിരത്തി MP-മാരോടൊപ്പം ഇന്നിപ്പോ പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിൽ നടത്തിയ ആ പ്രതിഷേധ സമരം എന്തുകൊണ്ടും പ്രതിഷേധം തീർക്കുന്ന ആ ചെറുപ്പക്കാർക്ക് വലിയ പിന്തുണ തന്നെയാണ്. ഇന്നലകളിൽ തന്നെ ആരംഭിക്കേണ്ട ഈ പ്രതിഷേധ സമരം ഇത്രയും കൊടുമ്പിരി കൊണ്ടപ്പോൾ, അതിൽ കോൺഗ്രസ് ഇല്ല എന്ന ചർച്ച വന്നപ്പോൾ, RSS ചാപ്പ ആ ചെറുപ്പങ്ങൾക്ക് ചാർത്തിക്കൊടുക്കാൻ ചില കോൺഗ്രസ് നേതാക്കന്മാർ തയ്യാറായപ്പോൾ അതെല്ലാം മറികടന്നുകൊണ്ട് ഭരണകക്ഷിക്കെതിരായ ഇത്രയും ശക്തമായ പ്രക്ഷോഭവും പ്രതിഷേധവും രാജ്യ തലസ്ഥാനത്ത് നടക്കുമ്പോൾ ഇനി മാറി നിൽക്കാൻ കഴിയില്ല എന്ന് ഉറപ്പായപ്പോഴെങ്കിലും കോൺഗ്രസ് പ്രതികരിച്ചത് നന്നായി. കാര്യം ഇവിടത്തെ പ്രതിപക്ഷമാണ് ആദ്യം അവരെ പിന്തുണയ്ക്കേണ്ടിയിരുന്നത്. CPM ഉൾപ്പെടെയുള്ള ഇടത് രാഷ്ട്രീയ പാർട്ടികൾ പിന്തുണയുമായി രംഗത്തെത്തി. ഇന്നലെ രാത്രി അവർക്കൊപ്പം സമരപ്പന്തലിൽ MA ബേബിയും K രാധാകൃഷ്ണനും ശിവദാസൻ ഉൾപ്പെടെയുള്ളവർ അവിടെ ഇരുന്ന് ആ സമരത്തിന് പിന്തുണ കൊടുത്തപ്പോൾ കോൺഗ്രസുകാർ ആ വഴി നടന്നില്ല. ഇന്നിപ്പോ പാർലമെന്റ് സമ്മേളനത്തോടനുബന്ധിച്ച് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലെങ്കിലും ഇങ്ങനെ പ്രതിഷേധിക്കാൻ രംഗത്തിറങ്ങിയത് സ്വാഗതാർഹമാണ്, അഭിനന്ദനാർഹമാണ്. ഈ രാജ്യത്തെ സംഘപരിവാറുകാർ പൗരന്മാരെ ജനാധിപത്യത്തിൽ നിന്ന് മാറ്റി പ്രജകളാക്കാനുള്ള പരിശ്രമം നടക്കുമ്പോൾ അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഏതു ഭാഗത്തു നിന്ന് ഉയർന്നു വന്നാലും പിന്തുണയ്ക്കാനുള്ള ഉത്തരവാദിത്തം കോൺഗ്രസിനുണ്ട്. അവിടെ നമുക്കെന്ത് നേട്ടം എന്ന് നോക്കിക്കൊണ്ട് ഇടപെടാതെ മാറി നിന്നതിന്റെ ഫലമാണ് ഇത്രയും വൈകിയത്. ഇതിനു മുന്നേ കോൺഗ്രസോ രാഹുൽ ഗാന്ധിയോ ആ സമരവേദിയിൽ സോനം വാങ്ചുകിനൊപ്പം ഒരു ദിവസം നിരാഹാരം കിടന്നിരുന്നെങ്കിൽ ഈ സമരത്തിന്റെ രീതി മാറിയേനെ. ഇപ്പോൾ തല്ലിച്ചതച്ചവർ അടിച്ചമർത്താൻ പരിശ്രമിച്ച് പരാജയപ്പെട്ടപ്പോൾ അവർ ചർച്ചയുടെ വഴിയൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ വല്ലാതെ ഭയപ്പെട്ടു തുടങ്ങിയ സന്ദർഭത്തിൽ കോൺഗ്രസ് കൂടി സമരത്തിലേക്ക് വരുമ്പോൾ അത് രാജ്യത്തിന്റെ പ്രതിഷേധമായി ഉയർന്നു വന്നു. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ തന്നെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിൽക്കുന്ന പലരും സമരത്തിന് പിന്തുണയുമായിട്ടും പോലീസിന്റെ കിരാത നടപടിക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി രംഗത്ത് വന്നപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാർ അടിമുടി ഒന്ന് വിറച്ചിട്ടുണ്ട്. ആ വിറയൽ നിർത്തണമെന്നുണ്ടെങ്കിൽ എങ്ങനെയും ഈ സമരം അവസാനിപ്പിക്കാനുള്ള നീക്കം തുടങ്ങും. തല്ലി തകർക്കാൻ നോക്കിയിട്ടും അവസാനിക്കാത്ത ആ വീര്യം അതിനെ കെടുത്താനുള്ള മറുമരുന്ന് ആലോചിക്കുകയാണ്. അങ്ങനെ മറുമരുന്നുകൾക്ക് വീഴാതെ ആ ചെറുപ്പങ്ങൾ ഈ രാജ്യത്തിന് മുന്നിൽ ഉന്നയിച്ച 3 കാര്യങ്ങളും നടപ്പാക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്തം പ്രതിപക്ഷത്തിനുമുണ്ട്. ശക്തമായി തന്നെ തെരുവിൽ അവരോടൊപ്പം നിലകൊള്ളാൻ തയ്യാറാകണം. വൈകി വന്നതൊക്കെ പോട്ടെ, ഇനി ആ സമരം ഫലം കാണുന്നത് വരെ കോൺഗ്രസും തെരുവിലുണ്ടാകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്.